morning, dear children. In the last class, we have seen Nomida finding out a letter, a crumbled letter from the pocket of Ajit's shirt. A letter from her mother, which came 3 days earlier. And the narrator calls it a standard speech, meaning a typical letter. Her mother always wrote about her complaints, her hardships, and finished them with a request for money. When such letters came repeatedly, Ajit was disturbed or irritated. It was very natural. എപ്പോഴും പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് വന്നപ്പോൾ അജിത്തിന് അതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നൗ വി ആർ ലേണിംഗ് about Ajit's reaction whenever he sees a letter from her mother. Look at the text. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." There we have seen him smiling derisively. Derisively means contemptuously. ഒരു പരിഹാസത്തോടെ അല്ലെ പുച്ഛത്തോടെ. കത്ത് വരുമ്പോഴേ അറിയാം അത് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാവുമെന്ന്. അതുകൊണ്ട് തന്നെ അജിത്ത് ഇത്തിരി പുച്ഛത്തോടെ അല്ലെ പരിഹസിക്കുന്ന രൂപത്തിൽ പറയാറുള്ളത് അത് വായിക്കൊന്നും വേണ്ട, പണത്തിന് വേണ്ടിയാവും, ഞാനൊരു മണി ഓർഡർ ഫോം വാങ്ങിക്കൊണ്ടുവരാം. ആൻഡ് നൊമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. വെൻ അജിത്ത് സേസ് ലൈക്ക് ദാറ്റ്, നൊമിത ഫീൽസ് അഷെയിംഡ്. ഹാങ്ങിങ് ലോ, ഹെഡ് ഹാങ്ങിങ് ലോ മീൻസ് നാണക്കേട് കൊണ്ട് തല കുനിച്ച്. ആ അജിത്ത് പറയുന്നതിലെ ഇൻസൾട്ട് അല്ലെങ്കിൽ പരിഹാസം കൊണ്ട് നൊമിത തല കുനിച്ചിരിക്കേണ്ടി വരാറുണ്ടായിരുന്നു. സോ സം ടൈം എഗോ, ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ്, നൊമിത forbade her mother from writing to her on postcards. So before writing letters in envelope, നൊമിതാസ് മദർ യൂസ് ടു റൈറ്റ് ഓൺ പോസ്റ്റ് കാർഡ്സ്. പോസ്റ്റ് കാർഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ആരുടെ കയ്യിൽ കിട്ടിയാലും എന്താ എഴുതിയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കത്ത് തുറന്നു വായിക്കേണ്ട അവസരമില്ലായിരുന്നു. അജിത്തിന് എപ്പോഴും കാണാമായിരുന്നു ഇത് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. സോ ഇതിങ്ങനെ പരിഹാസം കൂടിക്കൂടി വന്നപ്പോൾ നൊമിത forbade her mother. Forbade here means asked to stop, നിർത്താൻ അല്ലെങ്കിൽ നിരോധിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇനി അങ്ങനെ ചെയ്യരുത്, പോസ്റ്റ് കാർഡിൽ കത്ത് എഴുതരുത് എന്ന് നൊമിത അമ്മയോട് ആവശ്യപ്പെട്ടു. She thought that from then on she would try to send her a little money, whatever she could pull together in secret. So this was what came of letters in envelopes too. അന്ന് തൊട്ട് നൊമിത തീരുമാനിക്കുകയും ചെയ്തു, നൊമിതയ്ക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും ശേഖരിച്ചു വെച്ച് അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. ഡോട്ട് ടു മേക്ക് ഹെർ ആസ്ക് ഫോർ മണി, അമ്മ പണം ഇങ്ങോട്ട് ചോദിക്കാൻ ഇടവരുത്താതെ എന്നും തീരുമാനിച്ചിരുന്നു. ടു പുൾ ടുഗദർ മീൻസ് ടു കളക്ട്, ശേഖരിക്കുക. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. ഇത് തന്നെ, അതായത് പണം ആവശ്യപ്പെടൽ തന്നെയാണ് കത്തുകൾ എൻവലപ്പിലേക്ക് മാറി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ കത്തുകളെക്കുറിച്ചും അത് കാണുമ്പോൾ അജിത്തിൻ്റെ റിയാക്ഷനെക്കുറിച്ചും ഒക്കെ ഓർത്തപ്പോഴേക്കും നൊമിതയുടെ ഉള്ളിൽ ദേഷ്യം വീണ്ടും കൂടുകയാണ്. ഇത്തവണ അത് അമ്മയുടെ നേർക്കാണ്. അമ്മ ഇങ്ങനെ കത്തുകൾ അയക്കുന്നത് കൊണ്ടാണ് അജിത്ത് എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്, ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാൻ നാണം കെടുന്നത്, എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റോ ഡിഗ്നിറ്റിയോ ഒന്നും കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ മനസ്സിൽ ചിന്ത വരികയാണ്. സഡൻലി നൊമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹർ മദർ. Why does she keep on begging like this? Why don't she let Nomida keep her self-respect, her dignity? No, this time she will write and tell her mother clearly, I can't do any more. Don't hope for anything from me. Self-respect and dignity means ആത്മാഭിമാനം അല്ലെങ്കിൽ അന്തസ്സ് എന്നൊക്കെയാണ്. ഇനി അമ്മയോട് തീർച്ച പറയാൻ പോവാണ്, ഇനി എനിക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് അയക്കണ്ട, ഞാനൊന്നും തരില്ല എന്നിനി ഞാൻ അങ്ങോട്ട് കത്തെഴുതാൻ പോവാണ് എന്ന് പോലും നൊമിത ചിന്തിച്ചു. All these kinds of thoughts were crowded in Nomida's mind. Her mother writing letters asking for money, Ajit's reaction on seeing it, Ajit insulting her and her mother as beggars. All these thoughts made her feel angry and helpless at the same time.
അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലിരിക്കുമ്പോഴാണ് അജിത്ത് മുറിയിലേക്ക് കയറി വരിക. വി ക്യാൻ ഇമാജിൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമിത റിയാക്ട് ചെയ്യാൻ പോവുക എന്നുള്ളത്. ലെറ്റ് us see what happens. Right then, Ajit steps into the room after finishing his leisurely Sunday bath. Leisurely means വിശാലമായിട്ട് കുറച്ച് സമയമെടുത്ത്, ഒരു പക്ഷേ സൺഡേ മാത്രമായിരിക്കും അത്രയും സമയം കിട്ടുക. Nomida's sharp indignation at the insult, simmering all this while, seems to want to dash itself violently against him. So there are a few words which are not so familiar for us. Indignation here means anger, ദേഷ്യം. എന്നെ അല്ലെങ്കിൽ എന്നെയും അമ്മയും ഒക്കെ അപമാനിക്കുന്ന ആളാണ് എന്നുള്ള ആ ഒരു ദേഷ്യം, അത് സിമറിങ് ഓൾ ദിസ് വൈൽ. സിമറിങ് അപ്പ് മീൻസ് സർജിങ് അപ്പ്, ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരിക എന്നുള്ള അർത്ഥത്തിലാണ് സിമറിങ്. ഇങ്ങനെ ആ ക്രംബിൾഡ് ലെറ്റർ കിട്ടിയപ്പോൾ തൊട്ട് അതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ നമിതയുടെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഓരോ ചിന്ത വരുമ്പോഴും ആ വന്ന ദേഷ്യം കൂടി 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 ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതിപ്പോൾ അജിത്തിൻ്റെ നേർക്കാണ് ആ ദേഷ്യം. അജിത്തിനെ മുമ്പിൽ കണ്ടപ്പോഴേക്കും ഈ ദേഷ്യം മുഴുവനും അജിത്തിൻ്റെ നേർക്ക് പാഞ്ഞു ചെല്ലുന്നത് പോലെ. ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലൻ്റ്ലി. ടു ഡാഷ് മീൻസ് ടു മൂവ് വെരി ഫാസ്റ്റ്, വളരെ ശരവേഗത്തിൽ എന്നൊക്കെ പറയുന്നതാണ് ഡാഷിങ് ഫോർത്ത് എന്ന് പറയുന്നത്. ആൻഡ് നമിത റോസ്. റോറിങ് എന്നുള്ള വാക്ക് നമ്മൾ നോർമലി വി സേ ലയൺ റോസ്. ഇവിടെ നമിത അത്ര പവർഫുള്ളായിട്ട്, അത്ര ഉറക്കെ അല്ലെ അത്ര ദേഷ്യത്തോടെ സ്ട്രോങ് ആയിട്ട് പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് റോറിങ് ഔട്ട്. When did this letter arrive? Ajit glances at her obliquely, estimating the magnitude of his error. Another handful of cash for this, he had thought, and decided not to give the letter to Nomida. He was going to tear it up and throw it away. നമിതയുടെ ചോദ്യം കേട്ടതും അജിത്ത് ഗ്ലാൻസിങ് ഒബ്ലീക്ലി മീൻസ് ഒന്ന് സൈഡ് വേയ്സ് ആയിട്ടുള്ള നോട്ടത്തിനാണ്, ചെരിഞ്ഞ് അല്ലെ പാളി നോക്കുക എന്നൊക്കെ പറയുന്നു. നേരിട്ട് ഡയറക്റ്റായിട്ട് നോക്കുന്നില്ല, ഒരു കൺകോണിലൂടെ എന്നുള്ള അർത്ഥത്തിൽ. അജിത്ത് നോക്കിയത് ടു എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. എറർ മീൻസ് ഹിസ് റോങ് ഡൂയിങ്, തെറ്റുപറ്റിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എത്രത്തോളം അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, എസ്റ്റിമേറ്റ് ചെയ്യുക കണക്ക് കൂട്ടുക, അതിന് വേണ്ടിയിട്ടാണ് നോക്കിയത്. ഇത് നമ്മൾ ആദ്യമേ കണ്ടു, ദിസ് ഈസ് നോട്ട് കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ്സ് ഡെലിബറേറ്റ് എന്ന് കണ്ടു. അത് ശരിയാണ്, നമിതയുടെ നിഗമനം ശരിയാണ് എന്ന് തെളിയിക്കുന്ന വരിയാണ് ഇവിടെ. അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ്, ഹി ഹാഡ് തോട്ട് ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഗീവ് ദ ലെറ്റർ ടു നമിത. പിന്നെയും അവർ പണം ചോദിച്ചുകൊണ്ട് എഴുതുക, ഇതെന്തായാലും നമിതയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് അജിത്ത് അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. സോ വി now know that Nomida's conclusion was correct. He was going to tear it up and throw it away. കീറി കളയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. See his attitude, he has made a big mistake. ഇവിടെ മിസ്റ്റേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമിത കാണുന്നതിന് മുമ്പ് ഇത് ഡിസ്പോസ് ചെയ്തില്ല, കളഞ്ഞില്ല എന്നുള്ളതിലാണ്. അതല്ലാതെ നമിതയ്ക്ക് കത്ത് കൊടുത്തില്ല എന്നുള്ളത് അല്ല അജിത്തിൻ്റെ നോട്ടത്തിൽ പറ്റിയ തെറ്റ്. That shows his attitude towards the letter from Nomida's mother. Not that Ajit is going to feel abashed about that. Feeling abashed means feeling ashamed. നാണക്കേട്. കത്ത് കൊടുക്കാത്തതിൽ യാതൊരു നാണക്കേടും ഇല്ല അജിത്തിന് ഇപ്പോഴും. പക്ഷേ നമിതയുടെ ദേഷ്യത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ട് he tries to act innocence. നമിതയുടെ മുമ്പിൽ അഭിനയിക്കും. As though trying hard to remember, he says, letter? What letter? Oh yes, indeed, there was a letter from your mother. I just hadn't got around to giving it to you. മറന്നുപോയി, കത്ത് വന്നായിരുന്നു എന്ന് സമ്മതിച്ചു, പക്ഷെ മറന്നുപോയി. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it? എല്ലാ തവണയും കത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ ചിരിച്ചു തള്ള, ലാഫ് ഇറ്റ് അവേ എന്ന് നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ ദിസ് ടൈം നമിത ഈസ് ഡിറ്റർമിൻഡ് ടു ഗെറ്റ് ആൻ ആൻസർ. ഉത്തരം കിട്ടിയേ പറ്റൂ. ഇതങ്ങനെ വിടാൻ നമിത ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമിത ചോദിക്കുക, എന്താ മറന്നത്? What a nuisance. I have forgotten. Why else? Nuisance means disturbance. എന്തൊരു ശല്യമായത്, ഞാൻ മറന്നു, അത്രേ ഉള്ളൂ. Liar. Nomida hisses like a snake. But Nomida is not ready to accept that, believe that. You are telling a lie. We have already seen that Nomida thinking like it's not casual oversight, it is deliberate. So Nomida is adamant with her opinion that he is telling a lie.
And see, the narrator says like, Nomida hisses like a snake. Hissing like a snake means പാമ്പ് ചീറ്റുന്നത് പോലെ നമിതയുടെ ഉള്ളിലുള്ള ആ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ പുറത്തേക്ക് വരുന്നുള്ള അർത്ഥത്തിലാണ്. Why are you saying whatever comes to your mouth? Don't people forget? അജിത് says, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മറന്നുപോയി, മനുഷ്യരായ മറന്നുപോയില്ലേ? No, they don't. Why did you open my letter? Nomida is not ready to succumb. അതങ്ങ് ഈൽഡ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോഴും അതേ ദേഷ്യം കുറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ മറക്കത്തൊന്നുമില്ല എല്ലാവരും. ഇനി അടുത്ത, ദ നെക്സ്റ്റ് ചാർജ് ഈസ്, വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? കത്ത് എന്തിനാണ് തുറന്ന് വായിച്ചത്? ദിസ് ചാർജ് അജിത് ട്രൈസ് ടു സ്കാറ്റർ ടു ദ വിൻസ്. സ്കാറ്റർ ടു ദ വിൻസ് മീൻസ് നെഗ്ലക്റ്റ്, അവോയ്ഡ് ചെയ്യുക. വാട്ട് ഇഫ് ഐ ഓപ്പൺഡ് ഇറ്റ് മൈ ഓൺ വൈഫ്സ് ലെറ്റർ? അതിനെന്തോ, എൻ്റെ ഭാര്യയുടെ കത്തല്ലേ ഞാൻ വായിച്ചത്, അതിനിപ്പോൾ എന്താ? ട്രൈങ് ടു ലൈറ്റൻ ദ സിറ്റുവേഷൻ, കുറച്ചുകൂടെ ഒന്ന് വലിയ കുഴപ്പമില്ലാതാക്കി തീർക്കാൻ നോക്കുകയാണ്. ബി ക്വയറ്റ് ഐ ടെൽ യു. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റേഴ്സ്? ഹാവിൻറ്റ് ഐ ടോൾഡ് യു 1000 times നോട്ട് ടു? എന്തിന് എൻ്റെ കത്ത് വായിക്കണം? നിങ്ങളോട് ഞാനത് ചെയ്യരുത് എന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ? അജിത് ഡസൻറ്റ് ഫിയർ നൊമിതാസ് ആങ്കർ, ഹി ഫിയേഴ്സ് എ റോ. റോ മീൻസ് നോയ്സി ക്വാറൽ. വലിയ ഒച്ചയും ബഹളമൊക്കെ ആവുന്നത് മാത്രമേ ഉള്ളൂ അജിത്തിന് ഭയമുള്ളത്. നമിത എത്ര ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഒച്ചയായിപ്പോയാൽ ഒരു പക്ഷേ ഹി ഫിയേഴ്സ് ദാറ്റ് അതേഴ്സ് വിൽ ഓൾസോ ലിസൺ ടു ഇറ്റ്. അതുകൊണ്ട് ആ ഒച്ചയും ബഹളം ആവാതെ നോക്കുകയാണ്. സോ ഹി സ്മൈൽസ് ആൻ അഫക്റ്റഡ് സ്മൈൽ ആൻഡ് സേസ്, ഇഫ് യു ആർ ഫോർബിഡിങ് ഇറ്റ് then it is a definite something. Shouldn't I make sure that no one passing you love letters in secret? അതുകൊണ്ട് തന്നെ നമിതയുടെ ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഫക്റ്റഡ് സ്മൈൽ, ചിരിയൊന്നും വന്നിട്ടല്ല, ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുന്നത് പോലെ കാണിച്ചിട്ട് ചോദിക്കുക, ഇഫ് യു ആർ ഫോർബിഡിങ് ഇറ്റ്, നീ വരുതെന്ന് പറയുകയാണെങ്കിൽ ദർ ഈസ് സംതിങ് ഇൻ ഇറ്റ്. മേ ബി സമൺ ഈസ് റൈറ്റിംഗ് യു ലവ് ലെറ്റേഴ്സ്. അത് ഞാൻ ഉറപ്പാക്കണ്ടേ? നിനക്ക് ആരെങ്കിലും ലവ് ലെറ്റേഴ്സ് അയക്കുകയാണോ എന്ന് ഞാൻ നോക്കണ്ടേ? Hearing this, Nomida becomes all the more angry. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഷീ സേസ്, സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. എ കോമൺ വൾഗർ മാൻ മീൻസ് ഹൗ ചീപ്പ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ തോട്ട്സ്. ഇത്ര മോശമായിട്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ. ആൻഡ് ദാറ്റ് ഇൻസൾട്ട് വാസ് സംതിങ് അൺബെയറബിൾ ഫോർ അജിത് ആസ് എ മാൻ, ആസ് എ ഹസ്ബൻഡ്. After this, it's not possible for Ajit to smile his fake smile any longer. Fake means affected, artificial, not original എന്നുള്ള അർത്ഥത്തിൽ. അത്രയും കേട്ടതോടെ അജിത്തിനും ദേഷ്യം വന്നു തുടങ്ങി. Now he too picks up the poison knife. ബഹളമാവാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാം എന്ന് ശ്രമിച്ചതാണ്. പക്ഷെ നമിത വീണ്ടും പറഞ്ഞതോടെ അജിത്തും അത് ഏറ്റെടുക്കുക. അജിത്തും യൂസിങ് ദ പോയിസൺ നൈഫ് ഹിയർ മീൻസ്, പോയിസൺ നൈഫ് ഹിയർ മീൻസ് ദ ടങ്, വായിൽ നിന്ന് വരുന്ന വേദനിപ്പിക്കുന്ന വിഷമയമായ വാക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ് പോയിസൺ നൈഫ്. ഹി സേസ്, ഈസ് ദാറ്റ് സോ? ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഹോൾഡ് ഔട്ട് ദെയർ പാംസ് ടു ദെയർ സൺ ഇൻ ലോ, ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ. എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്വീൻ ആൻഡ് സോ. എന്താ പറയുന്നത്? എന്താ? എഗെയിൻ ഹീ ഈസ് ഇൻസൾട്ടിങ് ഹർ ഫാമിലി. വൈനിങ് മീൻസ് ഇങ്ങനെ അവലാതി പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. എപ്പോഴും മരുമോൻ്റെ അടുത്ത് വന്ന് കയ്യും നീട്ടി യാചിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അല്ലേ? അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെയുള്ളൂ എന്നുള്ള രീതിയിലാണ്. എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്വീൻ. ഡങ് പിക്കർ മീൻസ് ചാണക പെറുക്കി നടക്കുക, അതായത് എ വെരി പുവർ ഫാമിലി എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദിസ് ഈസ് ദ ലിമിറ്റ് ദാറ്റ് നൊമിത ക്യാൻ tolerate. Shut up, Nomida yells. Yells means shouting. വളരെ ഒച്ചത്തിൽ ഉറക്കെ, ഇനി നിങ്ങൾ മിണ്ടരുത് എന്നുള്ള അർത്ഥത്തിൽ. Shut up. Their room is on the 3rd floor. That's a blessing. Otherwise, with that scream, everyone would have come to look. Luckily, അവരുടെ റൂം ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു. അല്ല എങ്കിൽ നൊമിത പറഞ്ഞത് ഒരുപക്ഷെ എല്ലാവരും കേട്ടേനെ, എല്ലാവരും ഓടി ഈ റൂമിലേക്ക് വരികയും ചെയ്തേനെ. അത്ര ഉറക്കെയാണ് നൊമിത അവിടെ അജിത്തിനോട് ഷട്ടപ്പ്, മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞത്. Now
ദ ഇഷ്യൂ ഈസ് ഗെറ്റിംഗ് സീരിയസ്. അജിത്ത് ഭയന്നതുപോലെ ഇതൊരു റോ അല്ലെങ്കിൽ നോയ്സി ക്വാറലാവാൻ തുടങ്ങുകയാണ്. ഷട്ട് അപ്പ്, അജിത്ത് റോസ് ഔട്ട്. വാട്ട് ഷട്ട് അപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വോണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? സോ അജിത്തിനും ദേഷ്യമായി. അജിത്തിൻ്റെയും ലൂസിങ് കൺട്രോൾ ഓവർ ഹിസ് ടെമ്പർ. അജിത്തിന് ചോദിക്കുക, നീ ആരാ എന്നോടത് പറയും? ഐ വിൽ ഡു വാട്ട് എവർ ഐ വോണ്ട്. വാട്ട് ക്യാൻ യു ഡു? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചെയ്തോളൂ എന്നൊരു ചലഞ്ചിങ് ആയിട്ടാണ് അജിത്ത് അത് പറയുന്നത്. ഐ കാൺട്ട് ഡു എനിത്തിങ്. ഓൾമോസ്റ്റ് പാൻറ്റിങ്, നൊമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി. അത്ര ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞു നൊമിത. അതാണ് ഓൾമോസ്റ്റ് പാൻറ്റിങ്, കിതച്ചുകൊണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ? യു വോണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്? ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഈസ് അസ്റ്റോണിഷിങ്, ഷോക്കിംഗ് എന്നുള്ള അർത്ഥത്തിൽ, സർപ്രൈസിങ് എന്നുള്ള അർത്ഥത്തിൽ. എന്താ ചെയ്തതെന്ന് നോക്കൂ. ഷീ ഗ്രാബ്സ് അജിത്സ് മാച്ച് ബോക്സ് ദാറ്റ്സ് ലൈങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ ആൻഡ് ഫിഷ്. ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് touches it to her sari. Instantly it flares up, the very fine angel of a wealthy wife's sari. So what does Namita do? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അജിത്തിൻ്റെ ആ ചലഞ്ചിന് മുമ്പിൽ നമിത കാണിച്ചു കൊടുത്ത എന്താന്ന് കാണണോ? എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് കാണണോ? ഉടനെ അവിടെ കിടന്ന മാച്ച് ബോക്സ് എടുത്ത് കത്തിച്ച് സ്വന്തം സാരിത്തുമ്പിലേക്ക്, ആഞ്ചൽ മീൻസ് ആ പല്ലു എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗം, അതിൻ്റെ മുന്താണി എന്നൊക്കെ പറയുന്നത്, ആ സാരിയുടെ തുമ്പിൽ തീ കൊളുത്തുകയാണ്. വളരെ വെൽത്തി ആയിട്ടുള്ള വീട്ടിലെ കുട്ടിയാണ്, അപ്പോൾ മരുമകളാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫൈൻ സിൽക്കാണ്. അത് എളുപ്പം തീ ആളിപ്പടരാണ്. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലെയേഴ്സ് അപ്പ്. തീ ആളിപ്പടർന്നു. ആൻഡ് ഇറ്റ് വാസ് സംതിങ് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. അജിത്ത് നെവർ തോട്ട് ദാറ്റ് നമിത വുഡ് ഡു സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് സോ ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് അജിത്ത് സേസ്, "Have you gone mad?" and jumps to her side and grabs the burning patch and slaps it between his hands and puts out the fire. നമിത ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന അജിത്ത് ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. പെട്ടെന്ന് തന്നെ നമിതയുടെ അടുത്തേക്ക് ചെന്ന് ആ ബേണിംഗ് പാച്ച് മീൻസ് ദ ബേണിംഗ് സാരി, ആ സാരി തുമ്പെടുത്ത് സ്ലാപ്സ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് പുട്ട്സ് ഔട്ട് ദ ഫയർ. ടു പുട്ട് ഔട്ട് ദ ഫയർ മീൻസ് ടു എക്സ്റ്റിങ്ക്വിഷ്, തീ അണയ്ക്കുക. കൈകൊണ്ട് തല്ലി അത് കെടുത്തി. And to tell the truth, now he is a little afraid. Earlier we have seen that he was not afraid of Namita's anger. നമിത ദേഷ്യപ്പെടുന്നതിനെക്കുറിച്ച് അജിത്തിന് പേടിയേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ he is a little afraid of her. So he looks fearfully at Namita's face, sees a fire burning there, bright, blazing red. He doesn't have the courage to put out that fire by slapping it between his hands. So he tries to pour water on it. സാരിയുടെ തുമ്പിൽ കത്തിക്കൊണ്ടിരുന്ന തീയ നമിതയുടെ മുഖത്ത് ജ്വലിക്കുന്നതായിട്ട് അജിത്തിന് തോന്നാം. ദാറ്റ് മീൻസ് നമിത ഈസ് സ്റ്റിൽ സോ ഹൈലി ചാർജ്, ഹൈലി ഇമോഷണൽ. ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തോന്നിയ ആ നിമിഷത്തിൽ നിന്ന് ഇപ്പോഴും നമിത റിലാക്സ്ഡ് ആയിട്ടില്ല. പക്ഷെ ആ മുഖത്ത് കണ്ട തീ കെടുത്താനുള്ള ധൈര്യം അജിത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഹി ട്രൈസ് ടു pour water on it. To pour water on it means to pacify her. നമിതയൊന്ന് ശാന്തയാക്കാനായിട്ട്, സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. And with great difficulty he attempts to speak normally. With great difficulty trying to be normal എന്ന് വെച്ചാൽ അജിത്തും ശരിക്കും അഫ്രൈഡ്, ഫിയർ ആൻഡ് ആങ്കർ, ആ ഒരു ഹൈലി ഇമോഷണലാണ് അജിത്തും ഇപ്പോൾ. അതിൽ നിന്ന് നോർമൽ ടോണിലേക്ക് ഇനിയും ഒച്ച വെച്ചാൽ ഒരുപക്ഷെ നമിത ഇനിയും എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഭയം കൊണ്ട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ആ സ്വരം ടോണ് നോർമലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അജിത്ത് പറയുന്നത് പക്ഷേ എന്താണെന്ന് നോക്കൂ. യു ലൂസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി, ഡോണ്ട് യു? എ വുമൺ ആൻഡ് സച്ച് ആങ്കർ. ഓഹ്, ജസ്റ്റ് ഇമാജിൻ ഹൗ നമിത മസ്റ്റ് ഹാവ് ഫെൽറ്റ് ഓൺ ഹിയറിംഗ് ദീസ് വേർഡ്സ്. മേ ബി അജിത്ത് വാസ് ട്രൈങ് ടു ക്വയറ്റൻ ഹർ ഓർ ലൈറ്റൻ ദ സിറ്റുവേഷൻ. പക്ഷേ പറഞ്ഞ ആ കാര്യം നമിതയ്ക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്തിരിക്കുകയെന്നൊന്ന് ആലോചിക്കുക. ഷി വാസ് സോ ഇമോഷണൽ ബിക്കോസ് അജിത്ത് ഹാഡ് ബീൻ ഡൂയിങ് ഇൻജസ്റ്റിസ് ടു നമിത. നമിതയ്ക്ക് വരുന്ന കത്തുകൾ പൊട്ടിച്ച് വായിക്കുക, പലപ്പോഴും കൊടുക്കാതിരിക്കുക, നമിതയുടെ അമ്മയെ പരിഹസിച്ച് സംസാരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് ചാർജ് വാസ് ദാറ്റ് നമിത ഈസ് ഹാവിങ് എ ലവർ.
Someone is writing love letters to Nomita. അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ആളോടാണ് പറയുന്നത്, യു ആർ എ വുമൺ ആൻഡ് യു ഷുഡിൻ ബി സോ ആംഗ്രി. അജിത്ത് ഒരു പക്ഷേ റെപ്രസെൻറ്റ്സ് ദാറ്റ് മെയിൽ ഷോവനിസ്റ്റിക് സൊസൈറ്റി. ഒരു സ്ത്രീ ആയാൽ ഇത്രത്തോളം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന ഒരു ചിന്ത ഒരു പക്ഷേ അജിത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. അതാണിപ്പോൾ പുറത്തേക്ക് വന്നത്. ബട്ട് സി, ഇറ്റ്സ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് കമൻറ്റ് ടു ബി മെയ്ഡ്. ഇത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയോട് നീ ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെ ഒച്ച വെക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്, ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് വിൽ ഇൻക്രീസ് ഹർ ആങ്കർ. അതിന് സാധ്യതയുള്ളൂ. Who knows what Nomita would have said next? But right then, her niece Rini steps into the room. So the writer leaves it to our imagination what Nomita would have said to that comment. Anyway, nothing happened in the story because the niece comes into the room. Niece means Anandaraval. Immediately she says piercingly, "So Khurima, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that." See the tone of the child? Piercingly here means knowingly. Maybe she was listening to the quarrel inside the room. അത് കേട്ടിട്ടാവാം അകത്തേക്ക് കയറി വന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, ഒട്ടും ബഹുമാനത്തോടെ അല്ല ആ കുട്ടി നൊമിതയോട് സംസാരിക്കുന്നത്. എന്താ പറയുന്നത് നോക്കൂ. എത്ര നേരമായിട്ട് വാഷർമാൻ നോക്കി നിൽക്കുക, ഡ്രസ്സൊന്നും കൊടുക്കാനില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞുകൂടെ. So from the tone of the child, from the talk of the child, we can understand that Nomita is not being respected in that family. That is why the child is behaving so rudely to Nomita. For a second or two, Nomita is still, perhaps recalling the washerman's face, waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. She says in a calm tone, "Go, tell him I am coming. I am bringing the clothes." For a second or two, Nomita is still. എന്ന് ഉദ്ദേശിക്കുന്നത് നൊമിത അത്ര പെട്ടെന്ന് ആ ഒരു ഷോക്കിംഗ് അവസ്ഥയിൽ നിന്നും ഇറങ്ങി വരാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ വാഷർമാൻ വന്നതും ഡ്രസ്സ് എടുക്കാൻ വന്നതും ഒക്കെ നൊമിതയുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിരുന്നിരിക്കുക. അതുകൊണ്ടാണ് റീകോൾ ചെയ്യുക. റീകോൾ മീൻസ് ഓർത്തെടുക്കുക. വാഷർമാൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തെടുത്തിട്ട് നൊമിത സ്റ്റാർട്ട്സ് സോർട്ടിങ് ദ ഡർട്ടി ക്ലോത്ത്സ്. പെട്ടെന്ന് തന്നെ താഴ്ത്തിട്ട തുണിയെടുത്ത് സോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഷീ സേസ് ഇൻ എ കാം ടോൺ. ആൻഡ് ഡു യു ബിലീവ് ദാറ്റ് ഷീ ഈസ് കാം? നോ, ഷീ ഈസ് സോ ഡിസ്റ്റർബ്ഡ് ഇൻസൈഡ്. ബട്ട് ഷീ കാൺട്ട് ഷോ ദാറ്റ്, എക്സ്പ്രസ് ദാറ്റ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഷീ ഈസ് ട്രൈങ് ടു ബി കാം, ട്രൈങ് ടു അപ്പിയർ കാം ഔട്ട്വേർഡ്ലി. ഗോ ടെൽ ഹിം ഐ എം കമ്മിങ്, ഐ എം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്. വാഷർമാനോട് ഞാനിപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരാമെന്ന് പറഞ്ഞേക്കൂ എന്ന് മാത്രമേ റിനിയോട് നൊമിത അവിടെ പറയുന്നുള്ളൂ. ആൻഡ് വി കം ടു നോ ദാറ്റ് ഹൗ മച്ച് ആങ്കർ ഷീ ഫെൽറ്റ്, ഷീ കാൺട്ട് എക്സ്പ്രസ് ദാറ്റ് ബിഫോർ എ തേർഡ് പേഴ്സൺ. അജിത്തിൻ്റെ മുമ്പിൽ മാത്രമേ നൊമിതയ്ക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേറൊരാളുടെ മുമ്പിൽ, ഈവൻ ബി ഇറ്റ് എ ചൈൽഡ്, അതുപോലും, അങ്ങനെ ഒരു കുട്ടിയുടെ മുമ്പിൽ പോലും ആ ദേഷ്യമോ ഫീലിങ്സോ എക്സ്പ്രസ് ചെയ്യാൻ നൊമിതയ്ക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല. Let us stop today's class here. We will continue in the next class. Thank you.